സ്റ്റഡി പോയിന്റ്. ഇത് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്, അതായത് പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്. പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് സോളിഡ്സിന്റെ പ്രൊജക്ഷനാണ് വരയ്ക്കാനുണ്ടായിരിക്കുക. ഒന്ന് പ്രിസം, രണ്ടാമത്തെ പിരമിഡ്. സോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രിസം എങ്ങനെയായിരിക്കും, ഒരു പിരമിഡ് എങ്ങനെയായിരിക്കും നന്നായിട്ട് കറക്റ്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് നോക്കുക, ഇവിടെ ഞാൻ രണ്ട് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട്. ഒന്ന് പ്രിസം, രണ്ടാമത്തെ പിരമിഡ്. ഓക്കെ, സോ ഇനി ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, അതായത് ഒരു പ്രിസം എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഒരു പിരമിഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഒരു പ്രിസത്തിന്റെ കേസിൽ നമുക്കൊരു ബേസ് ഷേപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ബേസ് ഉണ്ടായിരിക്കും, ഒരു ടോപ്പ് ഉണ്ടായിരിക്കും. പ്രിസം ആണെങ്കിൽ ബേസും ടോപ്പും എന്തായിരിക്കും, സെയിം ഷേപ്പ് ആയിരിക്കും. ആ ഷേപ്പ് എന്താണോ വരുന്നത് അതിനനുസരിച്ചായിരിക്കും ആ പ്രിസത്തിന്റെ നെയിം ഉണ്ടായിരിക്കുക. ഇപ്പൊ ഈ ഒരു കേസിൽ ഒരു സ്ക്വയർ ആണെങ്കിൽ, ഓക്കെ, സ്ക്വയർ പ്രിസം ആയിരിക്കും. സോ ഇവിടെ ബേസ് സ്ക്വയർ ആയിരിക്കും, അതുപോലെ തന്നെ ടോപ്പ് ഫേസും സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി ബേസ് പെന്റഗൺ ആണെങ്കിൽ എന്തായിരിക്കും, ടോപ്പും പെന്റഗൺ തന്നെയായിരിക്കും ഷേപ്പ് വരിക. സോ അതൊരു പെന്റഗണൽ പ്രിസം ആയിരിക്കും. അതുപോലെ ഹെക്സഗൺ വരാം, ദെൻ ട്രയാങ്കിൾ വരാം. സോ അതിനനുസരിച്ച് എന്തായിരിക്കും, ബേസിന്റെ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ നെയിം ചെയ്യുക. സോ ബേസ് ഷേപ്പ് എന്താണോ അതായിരിക്കും ആ പ്രിസത്തിന്റെ നെയിം വരിക. നെക്സ്റ്റ് നമ്മളൊരു പിരമിഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിരമിഡിന് അതുപോലെ തന്നെ ഒരു ബേസ് ഉണ്ടായിരിക്കും. ആ ബേസിന്റെ അതേ ഷേപ്പിൽ തന്നെ, ബേസിന്റെ ഷേപ്പിന് തന്നെയായിരിക്കും നമ്മൾ നെയിമിംഗ് പ്രൊവൈഡ് ചെയ്യുക. സോ ബേസ് സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും, സ്ക്വയർ പിരമിഡ് ആയിരിക്കും. ബേസ് പെന്റഗൺ ആണെങ്കിൽ പെന്റഗൺ പിരമിഡ്, ഹെക്സഗൺ പിരമിഡ്. ഓക്കെ, ദെൻ ഇനി പ്രിസത്തിന്റെ കേസ് നോക്കുക. പ്രിസത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ബേസ് ഉണ്ടായിരിക്കും, അതേ ഷേപ്പിൽ തന്നെ ഒരു ടോപ്പ് ബേസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഈ ബേസിന്റെ കോർണേഴ്സും ടോപ്പ് ഫേസിന്റെ കോർണേഴ്സും ജോയിൻ ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടായിരിക്കും. ഈ ലൈൻസിനെ പറയുന്നതാണ് ലാറ്ററൽ എഡ്ജസ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഈ ഓരോ ലൈനും, അതായത് ഇവിടെ നെയിമിംഗ് ചെയ്തിട്ടുള്ള AE എന്ന് പറയുന്ന ലൈൻ ആണ് ഒരു ലാറ്ററൽ എഡ്ജ്. ഇവിടെ BF എന്ന് പറയുന്ന ലൈൻ ആയിരിക്കും ഒരു ലാറ്ററൽ എഡ്ജ് വരിക. ഈ ഓരോ വെർട്ടിക്കൽ ലൈൻസിനെ വിളിക്കുന്നതാണ് ലാറ്ററൽ എഡ്ജസ്. ഓക്കെ, ദെൻ ഈ ലാറ്ററൽ എഡ്ജും ബേസും ടോപ്പും കൂടി ഒരു റെക്ടാംഗിൾ ഫോം ചെയ്യും. അതിന് പറയുന്നതാണ് ലാറ്ററൽ സർഫസ്. ഓക്കെ, അതായത് ABFE എന്ന് പറയുന്ന ഈ ഒരു റെക്ടാംഗിളിനെ പറയുന്നതാണ് ലാറ്ററൽ സർഫസ്. ഓക്കെ, സോ ഇപ്പൊ നോക്കാം, നമുക്ക് ഫേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബേസ് ഫേസ് ഉണ്ടായിരിക്കും, ഒരു ടോപ്പ് ഫേസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ലാറ്ററൽ ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ മൂന്ന് കാര്യങ്ങള്: ബേസ്, ടോപ്പ്, ലാറ്ററൽ ഫേസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക, എഡ്ജ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതിനെ വിളിക്കുക എന്തായിരിക്കും, ബേസ് എഡ്ജ് എന്നായിരിക്കും. അതായത് AB ബേസ് ഫേസിലെ എഡ്ജിനെ വിളിക്കുന്നതാണ് ബേസ് എഡ്ജ്. ലാറ്ററൽ എഡ്ജ്, വെർട്ടിക്കൽ ലൈൻസ് ആണ് ലാറ്ററൽ എഡ്ജ്. ദെൻ ടോപ്പ് എഡ്ജ്, ടോപ്പ് ഫേസിലെ എഡ്ജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടോപ്പ് എഡ്ജസ്. ഓക്കെ, ദെൻ ഇനി പിരമിഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. പിരമിഡിന്റെ കേസിൽ നമുക്ക് ഒരു ബേസ് ഫേസ് ഉണ്ടായിരിക്കും. ആ ബേസ് ഫേസിന്റെ നെയിം വെച്ചിട്ട് നമ്മൾ അതിനെ പിരമിഡിന് നെയിം ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പ് മോസ്റ്റ് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ പോയിന്റിനെ വിളിക്കുന്നതാണ് എപ്പെക്സ് ഓർ വെർട്ടെക്സ്. ഓക്കെ, ഈ കേസിൽ O എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയാം. ഈ എപ്പെക്സിലേക്ക് എല്ലാ ബേസ് കോർണേഴ്സിൽ നിന്നും ലൈൻസ് ജോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ നോക്കുക, ബേസ് കോർണേഴ്സിൽ നിന്ന് D എന്ന് പറയുന്ന പോയിന്റ്, A എന്ന് പറയുന്ന പോയിന്റ്, ഈ പോയിന്റ്സിൽ എല്ലാം O എന്ന് പറയുന്ന പോയിന്റിലേക്ക് ലൈൻസ് ജോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ ലൈൻസിനെ വിളിക്കുന്നതാണ് സ്ലാന്റ് എഡ്ജസ്. ഓക്കെ, DO, AO, BO, CO ഈ ലൈൻസിനെ വിളിക്കുന്നതാണ് എന്ത്, സ്ലാന്റ് എഡ്ജസ്. ഇനി നെക്സ്റ്റ് നോക്കുക, ബേസ് എഡ്ജും സ്ലാന്റ് എഡ്ജും ഫോം ചെയ്യുന്നത് എന്തായിരിക്കും, ഇവിടെ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ആ ട്രയാങ്കിളിനെ വിളിക്കുന്നതാണ് സ്ലാന്റ് ഫേസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് റെക്ടാങ്കിൾ ആയിരുന്നു. റെക്ടാങ്കിൾ നമ്മൾ വിളിച്ചത് എന്തായിരുന്നു, ലാറ്ററൽ ഫേസ്. ഈ കേസിൽ നമുക്ക് കിട്ടാൻ എന്തായിരിക്കും, ട്രയാങ്കിൾ ആയിരിക്കും ഫോം ചെയ്യുക. സോ ആ ട്രയാങ്കിളിനെ വിളിക്കുന്നതാണ് സ്ലാന്റ് ഫേസ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, കാരണം പ്രോബ്ലത്തില് നമുക്ക് ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ടായിരിക്കും പറയാ, ലാറ്ററൽ എഡ്ജ്, സ്ലാന്റ് എഡ്ജ്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ പറയും. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടേം കൂടി ഉള്ളത് ആക്സിസ്, ആക്സിസ് ഓഫ് എ സോളിഡ്. ഓക്കെ, സോ പ്രിസത്തിന്റെ കേസിൽ ടോപ്പ് ഫേസിന്റെ സെന്ററിൽ നിന്ന് ബോട്ടം ഫേസിന്റെ സെന്ററിലേക്ക് പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആക്സിസ് എന്ന് വിളിക്കുക. ഗ്രാഫിക്സിലെ ആക്സിസിന്റെ നെയിമിംഗ് കോമൺ ആണ് OP. ടോപ്പ് മോസ്റ്റ് പോയിന്റ് എപ്പോഴും എന്തായിരിക്കും, O ആയിരിക്കും. ബോട്ടം പോയിന്റ് എപ്പോഴും എന്തായിരിക്കും, P ആയിരിക്കും. ഓക്കെ, സോ ടോപ്പിൽ നിന്ന് ബോട്ടത്തിന്റെ സെന്ററിലേക്ക് കൂടെയുള്ള ലൈനിനെ വിളിക്കുന്നതാണ് എന്ത്, ആക്സിസ്. ഓക്കെ, ഈ കേസിൽ നോക്കുക, പിരമിഡിന്റെ കേസിൽ
എപ്പെക്സ് എന്ന് പറയുന്ന പോയിന്റിന്ന് ബോട്ടം ഫേസിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയിരിക്കും എന്ത് ആക്സിസ്. അതായത് സോളിഡിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനിനെ വിളിക്കുന്നതാണ് ആക്സിസ്. ആക്സിസിന് എപ്പോഴും എന്തായിരിക്കും കോമൺ നെയിമിംഗ് ആയിരിക്കും ഒ പി. ഒ ടോപ്പ് പോയിന്റ് ആയിരിക്കും, പി ബോട്ടം പോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഒരു പ്രിസം വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക, ഒരു പിരമിഡ് വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക, നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിരിക്കണം. ക്വസ്റ്റ്യനിലെ ആദ്യത്തെ മിസ്റ്റേക്ക് തന്നെ വരിക, പ്രിസം ചോദിക്കുമ്പോൾ നമ്മൾ പിരമിഡ് വരയ്ക്കും, പിരമിഡ് ചോദിക്കുമ്പോൾ നമ്മൾ പ്രിസം വരയ്ക്കും. ഓക്കെ, സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇതിൽ വരുന്നത് ബേസ് ഫേസും ടോപ്പ് ഫേസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ബേസ് എഡ്ജസും ടോപ്പ് എഡ്ജസും ഉണ്ടായിരിക്കും. ദെൻ ലാറ്ററൽ എഡ്ജസ് ഉണ്ടായിരിക്കും, ലാറ്ററൽ സർഫസ് ഉണ്ടായിരിക്കും. ലാറ്ററൽ സർഫസ് റെക്ടാംഗിൾ ആയിരിക്കും. ഓക്കെ, ഈ കേസിൽ ബേസ് എഡ്ജസ് ഉണ്ടായിരിക്കും, ടോപ്പ് ഫേസ് നമുക്കില്ല, അതിന് പകരം എന്തായിരിക്കും എപ്പെക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സ്ലാന്റ് എഡ്ജ് ഉണ്ടായിരിക്കും, സ്ലാന്റ് ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ നെയിമിംഗ് നോക്കാം. സോ ഇത് നോക്കുക, ഞാൻ ഇവിടെ ഒരു സ്ക്വയർ പ്രിസം ആണ് വരച്ചിരിക്കുന്നത്, അപ്പുറത്ത് ഒരു സ്ക്വയർ പിരമിഡ് വരച്ചിട്ടുണ്ട്. സോ ഇത് നോക്കുക, ഒരു സ്ക്വയർ പ്രിസത്തില് നമുക്ക് എത്ര കോർണേഴ്സ് ഉണ്ടായിരിക്കും നോക്കുക. ഒരു സ്ക്വയർ പ്രിസത്തിന്റെ കേസിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ബോട്ടത്തിലുള്ള 4 കോർണേഴ്സ് ഉണ്ടായിരിക്കും, ടോപ്പിലുള്ള 4 കോർണേഴ്സ് ഉണ്ടായിരിക്കും. സോ ഞാൻ ഇതിൽ ബോട്ടത്തിലുള്ള കോർണേഴ്സിന് എ ബി സി ഡി എന്ന് നെയിം ചെയ്തു, ടോപ്പിലുള്ള കോർണേഴ്സിന് ഇ എഫ് ജി എച്ച് എന്ന് നെയിം ചെയ്തു. സോ നെയിം ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ, നിങ്ങളിപ്പോൾ ക്ലോക്ക് വൈസ് ആണ് നെയിമിംഗ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് തന്നെ ഫോളോ ചെയ്യുക, ആന്റി ക്ലോക്ക് വൈസ് ആണ് നെയിം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഫോളോ ചെയ്യുക. ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ബട്ട് ഒരിക്കലും റാൻഡം ആയിട്ട് നെയിമിംഗ് ഇട്ട് പോകരുത്, കറക്റ്റ് ഒരു ഓർഡറിൽ നെയിമിംഗ് ചെയ്തു പോകുക. ഓക്കെ, ദെൻ ആക്സിസിന്റെ നെയിമിംഗ് ഞാൻ ഒ പി എന്ന് കൊടുക്കും. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ നോക്കുക ഒരു ഒബ്ജക്റ്റിന്, ഞാൻ ഈ ഒബ്ജക്റ്റിനെ ടോപ്പിന്ന് നോക്കിയെന്ന് വിചാരിക്കുക. ഓക്കെ, ടോപ്പിന്ന് ഞാൻ ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്തു. ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ ടോപ്പ് വ്യൂ എന്തായിരിക്കും വരിക, ഒരു സ്ക്വയർ ആയിരിക്കും വരിക. ഓക്കെ, അതായത് ഈ 4 ലൈൻസും നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. ഇതിന്റെ ടോപ്പിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്വയർ ആണ് കിട്ടാൻ പോണേ. ആ സ്ക്വയർ വരാൻ കാരണം ഈ 4 വെർട്ടിക്കൽ ലൈൻസും എന്തായിരിക്കും പോയിന്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും ഒരു സ്ക്വയർ ആയിരിക്കും വരയ്ക്കേണ്ടി വരിക. ആ സ്ക്വയറിൽ നമ്മൾ നെയിമിംഗ് ചെയ്യുമ്പോൾ ഏത് പോയിന്റ് ആണോ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്, ഒബ്സർവർ ഏത് പോയിന്റ് ആണോ ഫസ്റ്റ് കാണുന്നത്, ആ പോയിന്റ് നെയിം ആണ് ഫസ്റ്റ് എഴുതുന്നത്. അതായത് ഇപ്പൊ നോക്കുക, ഈ ഒരു സ്ക്വയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ടോപ്പ് വ്യൂ ആയിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ഞാൻ ആദ്യം കാണാൻ പോണ പോയിന്റ് ഏതായിരിക്കും, ഈ പോയിന്റ്സ് ആയിരിക്കും ഞാൻ ആദ്യം കാണും. സോ നമ്മൾ ടോപ്പിൽ നോക്കി എ എന്ന് പറയുന്ന പോയിന്റിനേക്കാളും മുന്നേ ഞാൻ എന്തായിരിക്കും എഴുതുന്നത്, ഇ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. എയും ഇയും ഒരു പോയിന്റ് ആയിരിക്കും വരിക. സോ ഇ ആണ് ഒബ്സർവർ ഫസ്റ്റ് കാണുക. സോ ടോപ്പ് വ്യൂ വരച്ച് കഴിയുമ്പോൾ, അതായത് നിങ്ങളൊരു സ്ക്വയർ വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരിക എന്തായിരിക്കും, എ കോമ ഇ ആയിരിക്കും. ബട്ട് ഇതിൽ എ അല്ല ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത്, ഇ ആയിരിക്കും ഫസ്റ്റ് എഴുതേണ്ടത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പോയിന്റ് ആണോ ടോപ്പ് വ്യൂവിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്, ആ പോയിന്റ് ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പിരമിഡിന്റെ കേസ് എടുത്തു. സോ പിരമിഡിന്റെ കേസ് എടുക്കുന്നത് നോക്കുക, ഇതേപോലെ തന്നെ നമുക്ക് ഒരു സ്ക്വയർ തന്നെയാണ് വരാൻ പോണേ. സോ നമ്മൾ ആദ്യം സ്ക്വയർ വരച്ചു, ടോപ്പ് വ്യൂ ഞാൻ വരയ്ക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയാം, ടോപ്പിൽ നിങ്ങൾ സ്ക്വയർ ആയിരിക്കും കാണും. സ്ക്വയർ മാത്രമല്ല നിങ്ങൾ ഇവിടെ കാണാൻ പോണേ, പകരം ഈ ലൈൻസും നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഓക്കെ, സ്ലാന്റ് എഡ്ജസും നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ബട്ട് സ്ലാന്റ് എഡ്ജസ് ഒരിക്കലും ട്രൂ ലെങ്ത്തുകൾ ആയിരിക്കില്ല, എന്തായിരിക്കും വരിക, റെഡ്യൂസ് ആയിട്ടുള്ള ലെങ്ത്തുകളായിരിക്കും. അതായത് ഇതിന്റെ ഡയഗണൽസ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കും. ഓക്കെ, സോ ഇതായിരിക്കും ഒരു പിരമിഡിന്റെ വ്യൂല് വരിക, ഇതായിരിക്കും ഒരു പ്രിസത്തിന്റെ വ്യൂല് വരിക. സോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളോട് ഏത് പിരമിഡ് ചോദിച്ചാലും ആ പിരമിഡിന്റെ ബേസിന്റെ സെന്റർ ഐഡന്റിഫൈ ചെയ്ത് സ്ലാന്റ് എഡ്ജസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ നമുക്ക് പ്രിസവും പിരമിഡും തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കുക. അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മാത്രമേ നമുക്ക് ഇനി വരയ്ക്കേണ്ടതുള്ളൂ. അതായത് above HP in front of VP ആയിരിക്കും. മീൻസ് XY ലൈൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ XY ലൈനിന്റെ മുകളിലായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ വരിക, XY ലൈനിന്റെ അടിയിൽ എന്തായിരിക്കും ടോപ്പ് വ്യൂ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, അതായത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. സോ ഏത് സോളിഡ് ആയാലും ആ സോളിഡിന്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും എവിടെയായിരിക്കും, XY ലൈനിന്റെ മുകളിലായിരിക്കും, ടോപ്പ് വ്യൂ എപ്പോഴും എവിടെയായിരിക്കും, XY ലൈനിന്റെ അടിയിലായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് സോളിഡ് ആയാലും ആ സോളിഡിന്റെ ബേസ് ഷേപ്പ്, ഓക്കെ, ബേസിന്റെ ഷേപ്പ് ഏത് വ്യൂവിലാണ് വരണേന്ന് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഫ്രണ്ട് വ്യൂലായിരിക്കും വരാം, ചിലപ്പോൾ ടോപ്പ് വ്യൂലായിരിക്കും വരാം. അതെന്തായിരിക്കും, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും.
സോ ഏത് വ്യൂവിലാണോ ഒബ്ജക്റ്റിന്റെ ബേസിന്റെ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടണേ ആ വ്യൂവിൽ നിന്നാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് വ്യൂ ആണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ വെച്ച് വരച്ച് സ്റ്റാർട്ട് ചെയ്യുക. ടോപ്പ് വ്യൂ ആണ് വരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ടോപ്പ് വ്യൂ വരച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. സോ അത് നോക്കുക, എ സ്ക്വയർ പ്രിസം. സോ നമുക്ക് ഒബ്ജക്റ്റ് മനസ്സിലായി, സ്ക്വയർ പ്രിസം ആണ് എന്റെ ഒബ്ജക്റ്റ്. ഓക്കെ, അതിന്റെ ബേസ് സൈഡ് 40 ആണ്, ആക്സിസ് 60 ആണ്. ഈ രണ്ട് കാര്യങ്ങളും എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു സോളിഡ് കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് അതിന്റെ ബേസിന്റെ ഷേപ്പ് വേണം, ബേസിന്റെ ഷേപ്പും അതിന്റെ സൈസും വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് അറിയാനുള്ള ഒരു ഡാറ്റ, അതായത് ആക്സിസിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇത് നെക്സ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും പൊസിഷൻ ആയിരിക്കും. സോ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, ഇറ്റ്സ് ബേസ് ഈസ് ഓൺ HP. ബേസ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു വിത്ത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP. ഓക്കെ, ബേസ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ആക്സിസ് HP-ക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പാരലൽ ടു VP. അതിന്റെ ഒരു ബേസ് എഡ്ജ് VP-ക്ക് പാരലൽ ആണ്. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലോർ നിങ്ങൾ HP ആയിട്ട് കൺസിഡർ ചെയ്യുക, ദെൻ ഈ ഒരു വാള് എന്തായിരിക്കും VP ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ബേസ് HP-യിൽ റെസ്റ്റ് ചെയ്യുന്നു. സോ നമുക്കറിയാം ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പ്രിസത്തിന്റെ ബേസ് എന്തായിരിക്കും, ഒരു സ്ക്വയർ ആയിരിക്കും. ആ സ്ക്വയർ പ്രിസത്തിനെ HP-യിൽ അതായത് ഫ്ലോറിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP വിത്ത് ആക്സിസ് പെർപെൻഡിക്കുലർ ടു VP, സോറി പെർപെൻഡിക്കുലർ ടു HP. ആക്സിസ് HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുന്നു, അതായത് നേരെ കുത്തനെ നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ബേസ് എഡ്ജ് VP-ക്ക് പാരലൽ ആയിരിക്കണം. ഏതാണ് VP എന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു വോൾ ആണ്. ആ വോളിന് ഒരു എഡ്ജ് എന്തായിരിക്കും, പാരലൽ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത്ര കാര്യങ്ങളാണ് നമ്മളോട് പൊസിഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെർട്ടിക്കലി സ്റ്റാൻഡിങ് ആയിട്ട് വെച്ചിരിക്കുന്നു, അതിന്റെ ഒരു എഡ്ജ് VP-ക്ക് പാരലൽ ആയിരിക്കണം. സോ ഇനി നോക്കുക, ഇനി നമുക്ക് ആദ്യം അറിയേണ്ടത് ഏത് വ്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയണം. ഓക്കെ, സോ ഞാൻ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ XY ലൈൻ വരച്ചു. ഓക്കെ, XY ലൈൻ വരച്ചു. ഇനി നമ്മൾ നോക്കി വെർട്ടിക്കലി സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ് എന്റെ ഒബ്ജക്റ്റ് എന്ന് എനിക്ക് ഈ മൂന്ന് കണ്ടീഷനിൽ നിന്ന് മനസ്സിലായി. ഓക്കെ, സോ ഞാൻ ഇതിന് ടോപ്പിൽ നിന്ന് നോക്കി. സോ ടോപ്പിൽ നോക്കുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും വരിക, സ്ക്വയർ ആയിരിക്കും വരിക, കാരണം ബേസ് HP-യിൽ റെസ്റ്റ് ചെയ്യാണ്. സോ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, സ്ക്വയർ ആയിരിക്കും വരിക. ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈറ്റിലുള്ള 60 mm ഹൈറ്റിലുള്ള ഒരു റെക്ടാങ്കിൾ ആയിരിക്കും വരിക. ഓക്കെ, സോ ഏത് വ്യൂവിൽ നിന്നാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ടോപ്പ് വ്യൂ ആണ് ഞാൻ വരയ്ക്കേണ്ടത്, കാരണം ബേസ് ഷേപ്പ് വരുന്നത് ഏത് വ്യൂവിലാണ്, ടോപ്പ് വ്യൂവിലാണ്. അതായത് സ്ക്വയർ വരുന്നത് എവിടെയാണ്, ടോപ്പിലാണ് വരുന്നത്. ടോപ്പ് വ്യൂ വരയ്ക്കണം. ടോപ്പ് വ്യൂ XY ലൈനിൽ എവിടെയായിരിക്കും വരിക, അടിയിലായിരിക്കും വരിക. സോ എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ എവിടെയായിരിക്കും, XY ലൈനിന്റെ അടിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. ടോപ്പ് വ്യൂ എന്തായിരിക്കും വരിക, സ്ക്വയർ ആയിരിക്കും. സ്ക്വയറിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും, 40 mm ആയിരിക്കും. ഓക്കെ, സോ ഞാൻ 40 mm ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. 40 mm ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. ഡയമെൻഷൻ ചെയ്യാം 14. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഇത് നെയിം ചെയ്യണം. സോ ആദ്യം നിങ്ങൾ അറിയേണ്ടത് എത്ര കോർണേഴ്സ് ഉണ്ടാവും നമുക്ക് അറിയണം. സോ നമുക്കറിയാം അടിയിൽ എത്ര കോർണേഴ്സ് ഉണ്ടായിരിക്കും, 4 കോർണേഴ്സ് ഉണ്ടായിരിക്കും. പ്രിസം ആണ് ഒബ്ജക്റ്റ്. സോ മുകളിൽ എത്ര കോർണേഴ്സ് ഉണ്ടായിരിക്കും, 4 കോർണേഴ്സ് ഉണ്ടായിരിക്കും. സോ നമുക്ക് 8 നെയിമിംഗ് വരും, പ്ലസ് ആക്സിസിന്റെ നെയിമിംഗും വരും. സോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഞാൻ A എന്ന് കൊടുത്തു. ഒരു ഓർഡറിൽ ടോപ്പിൽ നിങ്ങൾക്ക് എങ്ങനെ നെയിം ചെയ്യാം, ഒരു ഓർഡർ ഫോളോ ചെയ്യാം. A ചെയ്തു, B, C, D, E, F, G, H. ഓക്കെ, സോ നമുക്ക് ആദ്യം കാണുന്ന പോയിന്റ് ആണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്, രണ്ടാമത് കാണുന്ന പോയിന്റ് ആണ് ഞാൻ രണ്ടാമത് എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു സ്ക്വയറിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അവിടെ ഞാൻ O, P എന്ന് എഴുതി. ഓക്കെ, ഓയും പിയും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ആക്സിസ് ആണ് വരിക. ആക്സിസിന്റെ ടോപ്പിലത്തെ പോയിന്റ് ആണ് O. അപ്പൊ ടോപ്പിലത്തെ പോയിന്റ് ആണെങ്കിൽ ആദ്യം കാണാൻ എന്തായിരിക്കും, O ആയിരിക്കും. സോ O, P എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. നമ്മൾ ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാം, ഇവിടെ ബേസ് എഡ്ജ് പാരലൽ ടു VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നോക്കുക, ഈ ഒരു ലൈൻ XY ലൈനിന് പാരലൽ ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിന്റെ റീസൺ ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ അവർ പറയാണ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP എന്ന് ക്വസ്റ്റ്യനിൽ പറയാണ്. ഓക്കെ, അതായത് ഈ ഒരു ബേസ് എഡ്ജ് പാരലൽ അല്ല, പകരം 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും വരാം, 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്ക്വയർ ആയിരിക്കും.
ഓക്കെ, ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതായത് വി പി എന്ന് പറഞ്ഞിട്ട് എന്ത് വന്നാലും നമുക്ക് എന്തായിരിക്കും? ടോപ്പ് വ്യൂലായിരിക്കും വരയ്ക്കേണ്ടി വരിക. എച്ച് പി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് തന്നാലും ഓക്കെ അതെന്തായിരിക്കും വരിക? ഫ്രണ്ട് വ്യൂലായിരിക്കും വരയ്ക്കേണ്ടി വരിക. നമ്മൾ ഓൾറെഡി നമ്മൾ ലൈൻസിന്റെ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. സോ വി പിക്ക് പാരലൽ ആയതുകൊണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെ പാരലൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതേസമയം 45 ഡിഗ്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 45 ഡിഗ്രിയിലായിരിക്കും എന്റെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ നമ്മുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ ടോപ്പ് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എനിക്ക് എന്റെ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യണം. സോ ഫ്രണ്ട് വ്യൂ അറിയാൻ എനിക്ക് എന്തായിരിക്കും വരിക? ഒരു റെക്ടാംഗിൾ ആയിരിക്കും വരിക. ആ റെക്ടാംഗിളിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, സോ ഇനി അടുത്തൊരു കണ്ടീഷൻ വരുന്നത് ഇവിടെ ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സാധാരണ നമുക്കറിയാം ഇതെന്തായിരിക്കും? ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. മുകളിലേക്ക് വരാൻ എന്തായിരിക്കും? അപ്പോൾ എച്ച് പി ഡിസ്റ്റൻസ് ആയിരിക്കും. സോ എച്ച് പി ഡിസ്റ്റൻസ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബേസ് ഈസ് ഓൺ എച്ച് പി. ഓക്കെ, ബേസ് ഈസ് ഓൺ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ബേസ് എച്ച് പി റെസ്റ്റ് ചെയ്യാണ്, അതായത് ഡിസ്റ്റൻസ് 0 ആണ്. സോ ഒരു വ്യൂ ഓൾറെഡി എക്സ് വൈ ലൈനിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൽ നിന്ന് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ട് ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. അതായത് രണ്ട് വ്യൂസും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യൂ എക്സ് വൈ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത വ്യൂ നമുക്ക് ഒരു ഗ്യാപ്പ് എടുത്ത് വരയ്ക്കാം. ഈ ഗ്യാപ്പ് സ്പെസിഫൈഡ് അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഗ്യാപ്പ് എടുത്ത് വരച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. സോ ആദ്യം ഞാൻ ആക്സിസിനെ പ്രൊജക്ട് ചെയ്തു. സോ ഇവിടെ വരെ കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും, അതിനുശേഷം ചെയിൻ തിൻ ലൈൻ ആയിരിക്കും. കാരണം ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യുക ചെയിൻ തിൻ ലൈൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ഒരു ഹൈറ്റ് നമുക്കറിയാം എത്രയായിരിക്കും? 60 ആയിരിക്കും വരിക. എക്സ് വൈ ലൈൻ മുതലുള്ള ഹൈറ്റ് 60 ആയിരിക്കും. ഓക്കെ, എക്സ് വൈ ലൈൻ മുതലാണ് പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അതായത് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് പി എന്നാണ്. സോ ഈ ഒരു ഹൈറ്റ് 60 നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അടുത്ത എല്ലാ കോർണേഴ്സിനെയും നമ്മൾ എക്സ് വൈ ലൈനിലേക്ക് പ്രൊജക്ട് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിനെ പ്രൊജക്ട് ചെയ്യാം, മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. 60 mm കംപ്ലീറ്റ് ചെയ്തു. ബേസ് തിക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ഇതായിരിക്കും എന്റെ ഫ്രണ്ട് വ്യൂ വരിക, ഇതായിരിക്കും എന്റെ ടോപ്പ് വ്യൂ വരിക. നമ്മൾക്ക് സാധാ ഒരു പ്രിസത്തിന്റെ കേസ് ഇതാ. ഇപ്പൊ ഈ ഒരു പ്രിസമാണ് കൺസിഡർ ചെയ്യുക. ഇപ്പൊ നോക്കുക, ഇതൊരു സ്ക്വയർ ആണ്, ഇതാണ് ഇതിന്റെ ലാറ്ററൽ എഡ്ജ് വരുന്നത്. ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും വരിക. ആ സ്ക്വയർ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ നെയിമിംഗ് കൊടുത്തു. അതിനുശേഷം ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു റെക്ടാംഗിൾ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ റെക്ടാംഗിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിനെ എനിക്ക് നെയിമിംഗ് ചെയ്യണം. ഓക്കെ, സോ നെയിമിംഗ് ചെയ്യാനായിട്ട് നോക്കുക. ആദ്യം ടോപ്പ് വ്യൂ തന്നെ ആദ്യം നോക്കുക. ടോപ്പ് വ്യൂ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന നെയിമിംഗ് എന്താണ്? ABCD ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ABCD എന്ന് പറയുന്ന നെയിമിംഗ് ആയിരിക്കും ടോപ്പിൽ വരിക. ഇവിടെ എന്തായിരിക്കും? അടിയിൽ വരിക എന്തായിരിക്കും? EFGH ആയിരിക്കും. ഓക്കെ, സോ ആദ്യം നമുക്ക് A എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. സോ ഇവിടെ നോക്കുക A ഡാഷ്. ഓക്കെ, A ഡാഷ്. ദെൻ നെക്സ്റ്റ് B, A ഡാഷ് കോമ B ഡാഷ്. ദെൻ നെക്സ്റ്റ് എടുത്തു. ഇവിടെ നോക്കാം അടിയിൽ നിന്നാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ടത്. സോ അടിയിൽ ഏത് പോയിന്റ് ആണോ ആദ്യം വരുന്നത് ആ പോയിന്റ് ആണ് ആദ്യം എഴുതേണ്ടത്. ഇവിടെ നോക്കുക A, B, അതായത് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ A കഴിഞ്ഞതിന് ശേഷമാണ് B നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും? A ഡാഷ് കോമ B ഡാഷ് എന്നായിരിക്കും. ഇവിടെ എന്തായിരിക്കും അപ്പൊ വരിക? D ഡാഷ് കോമ C ഡാഷ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടിയിൽ നമുക്ക് നെയിമിംഗ് ചെയ്യണം. സോ അടിയിൽ നെയിമിംഗ് ചെയ്ത് നോക്കുക. EFGH ആണ് അടിയിൽ നെയിമിംഗ് വരുന്നത്. EF എടുത്തു. സോ ഈ പോയിന്റ് എന്തായിരിക്കും? E ഡാഷ് F ഡാഷ്. ഈ പോയിന്റ് എന്തായിരിക്കും? G ഡാഷ് കോമ H ഡാഷ്. ചില ടെക്സ്റ്റ് ബുക്കില് ഇത് ബ്രാക്കറ്റിൽ ഇടാറുണ്ട്, അതായത് രണ്ടാമത് വരുന്ന പോയിന്റിൽ ബ്രാക്കറ്റ് ഇടാറുണ്ട്. രണ്ടും സെയിം തന്നെയാണ്. ഒന്നല്ലെങ്കിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക, ആദ്യം കാണുന്ന പോയിന്റ് ആദ്യം എഴുതുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രാക്കറ്റിൽ രണ്ടാമത്തെ പോയിന്റിനെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് ചെയ്യുക. ഇനി ആക്സിസും കൂടി നെയിമിംഗ് ചെയ്യണം. ആക്സിസിന്റെ ആദ്യത്തെ പോയിന്റ് O ഡാഷ് ആൻഡ് P ഡാഷ്. ഓക്കെ, ഫ്രണ്ട് നമ്മൾ മുകളിൽ കംപ്ലീറ്റ് ചെയ്തു, ടോപ്പ് നമ്മൾ അടിയിൽ കംപ്ലീറ്റ് ചെയ്തു. ടോപ്പ് സിമ്പിൾ ആൽഫബറ്റ് ആയിരുന്നു യൂസ് ചെയ്തിരിക്കുന്നത് ABCD. ദെൻ ഫ്രണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രൈം യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. A ഡാഷ് B ഡാഷ് C ഡാഷ്. ഓക്കെ, സോ ആദ്യം കാണുന്ന പോയിന്റുകളാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്. ടോപ്പ് വ്യൂ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നെയിമിംഗ് ചെയ്യാം, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർ കൗണ്ടർ ക്ലോക്ക് വൈസ് നെയിം ചെയ്യാം. ബട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ നെയിം ചെയ്തിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നോക്കുക, ഹെക്സഗണൽ പിരമിഡ്. സോ ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹെക്സഗണൽ പിരമിഡ് ആണ് ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. ബേസ് 30 mm, ആക്സിസ് 60 mm. ഓക്കെ, ബേസ് 30, ആക്സിസ് 60. അതായത് ഹെക്സഗണിന്റെ ഒരു എഡ്ജിന്റെ ലെങ്ത് 30 ആണ്, പിരമിഡിന്റെ ഹൈറ്റ് 60 ആണ്. ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് upon VP. VP യിലാണ് ബേസ് പ്ലേസ് ചെയ്യണത്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക. എച്ച് പിയിലാണോ വി പിയിലാണോ എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് വ്യൂവിനാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ. സോ ഇവിടെ നോക്കുക, ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ബേസ് വി പിയിലാണ് വെച്ചിരിക്കുന്നത്, അതായത് ബേസ് വോളിലാണ് വെച്ചിരിക്കുന്നത്. ദെൻ കീപ്പിംഗ് ഇറ്റ്സ് ആക്സിസ് പാരലൽ ടു എച്ച് പി, ആക്സിസ് എച്ച് പിക്ക് പാരലൽ ആണ്. ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് എഡ്ജ് ഇസ് പാരലൽ ടു എച്ച് പി, അതിൽ ഒരു എഡ്ജ് ബേസ് എഡ്ജ് എച്ച് പിക്ക് പാരലൽ ആണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നോക്കുക, ആദ്യം നമുക്ക് പൊസിഷൻ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. സോ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബേസ് വി പിയിലാണ് വെച്ചിരിക്കുന്നത്. സോ ഞാൻ ഹെക്സഗണൽ പിരമിഡിന്റെ കേസിൽ നമുക്കറിയാം ബേസ് ഹെക്സഗൺ ആണ് വരിക, പിരമിഡ് ആണ് എപ്പെക്സ് എന്നൊരു പോയിന്റ് ഉണ്ടായിരിക്കും, ബേസ് വി പി അതായത് വോളിൽ വെച്ചു നമ്മൾ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആക്സിസ് എച്ച് പിക്ക് പാരലൽ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതായത് ത്രൂ ബോഡിയിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും പിരമിഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അതിന്റെ ബേസ് വി പിയിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു എഡ്ജ് എന്തായിരിക്കണം, എച്ച് പിക്ക് പാരലൽ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ എന്ത് വിചാരിച്ചു, എക്സ് വൈ ലൈൻ വരച്ചു, എക്സ് വൈ ലൈൻ വരച്ചു. ഇനി ആദ്യം അറിയേണ്ടത് ഏത് വ്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയാം. സോ ഇവിടെ നോക്കുക, ബേസ് വി പിയിലാണ് വെച്ചിരിക്കുന്നത്. സോ ഏത് വ്യൂവിലായിരിക്കും എനിക്ക് ബേസ് ഷേപ്പ് വരിക, ഫ്രണ്ട് വ്യൂവിലായിരിക്കും ബേസ് ഷേപ്പ് വരിക, അതായത് ഹെക്സഗൺ കിട്ടുക ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴായിരിക്കും. ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ നോക്കുക സ്റ്റാൻഡിംഗ് പൊസിഷൻ ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു ഈ ഒരു പൊസിഷൻ ആയിരുന്നു. സോ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ ടോപ്പിൽ നോക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ട്രൂ ഷേപ്പ് കിട്ടുക. ഇവിടെ നമുക്ക് എന്തായിരിക്കും വരിക, ഫ്രണ്ട് വ്യൂ നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഹെക്സഗൺ നമുക്ക് കാണാൻ പറ്റുക. സോ നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി. സോ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നത് മനസ്സിലായാൽ നമുക്കറിയാം എക്സ് വൈ ലൈനിന്റെ മുകളിലാണ് ഇനി നമ്മുടെ ഫ്രണ്ട് വ്യൂ വരിക, കാരണം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സോ എക്സ് വൈ ലൈനിന്റെ മുകളിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, അതായത് ഹെക്സഗൺ വരയ്ക്കണം. സോ ഹെക്സഗൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഈ ഒരു കണ്ടീഷൻ നോക്കുക, ഒരു എഡ്ജ് എച്ച് പിക്ക് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എച്ച് പിക്ക് എന്ത് പറഞ്ഞാലും എന്തായിരിക്കണം, ഫ്രണ്ട് വ്യൂലായിരിക്കണം വരയ്ക്കേണ്ടത്. സോ ഒരു എഡ്ജ് ഞാൻ എച്ച് പിക്ക് പാരലൽ ആയിട്ട് വരച്ചു. ഈ ഡിസ്റ്റൻസ് എനിക്ക് ഇഷ്ടമുള്ള ഡിസ്റ്റൻസ് എടുക്കാം, കാരണം വി പി ഡിസ്റ്റൻസ് 0 ആണ് എന്ന് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു. വി പിയിലുള്ള ഡിസ്റ്റൻസ് ഈസ് ഓൺ വി പിയിലാണ് എന്ന് പറഞ്ഞു. സോ നമുക്കറിയാം ടോപ്പ് വ്യൂ എന്തായാലും എക്സ് വൈ ലൈനിലാണ് വരിക. സോ ഫ്രണ്ട് വ്യൂ ഞാൻ ഒരു ഡിസ്റ്റൻസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യുക. സോ ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ എഡ്ജ് നമ്മൾ പ്ലോട്ട് ചെയ്തു, 30 mm എഡ്ജ് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഹെക്സഗണിന്റെ ആംഗിൾ അറിയാം, 120 ഡിഗ്രി ആണ് വരിക. സോ 120 ഡിഗ്രിയിൽ പ്ലോട്ട് ചെയ്യുക, എല്ലാ ആംഗിളും 120 ഡിഗ്രിയും ലെങ്ത് 30 mm നമ്മൾ പ്ലോട്ട് ചെയ്തു. ദെൻ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ ഡയമെൻഷൻ ചെയ്യുക, 30 mm ഡയമെൻഷൻ ചെയ്തു. ഇനി നെക്സ്റ്റ് എനിക്ക് നെയിമിംഗ് ചെയ്യണം. സോ ഞാൻ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഫ്രണ്ട് വ്യൂ ആണ് എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ് ആൻഡ് എഫ് ഡാഷ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിന്റെ സെന്റർ പോയിന്റ് ഐഡന്റിഫൈ ചെയ്യണം. സോ നമുക്ക് കോർണർ ടു കോർണർ ജോയിൻ ചെയ്ത് നമുക്ക് സെന്റർ പോയിന്റ് കിട്ടും. സോ ഞാൻ സെന്റർ മാർക്ക് ചെയ്തു. സെന്ററിന്റെ നെയിമിംഗ് എനിക്കറിയാം, O, P ആയിരിക്കും. ഓക്കെ, ഇനി നോക്കുക, പിരമിഡ് ആണ് ഒബ്ജക്റ്റ്. സോ പിരമിഡ് ആണെങ്കിൽ നമുക്കറിയാം ബേസ് മാത്രമല്ല നമ്മൾ കാണാം, സ്ലാൻഡ് എഡ്ജസും കൂടി വിസിബിൾ ആയിരിക്കും, ട്രൂ ലെങ്ത് ഉണ്ടായിരിക്കില്ല. സോ എല്ലാ കോർണേഴ്സിനും ഓയിലേക്ക് ലൈൻസ് ജോയിൻ ചെയ്യാം, അതായത് നിങ്ങളുടെ ഡയഗണൽസ് ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ റെപ്രസെന്റ് ചെയ്യുന്നത് എയോ ബിയോ സിയോ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, സ്ലാൻഡ് എഡ്ജസിനെ ആയിരിക്കും. സോ നമ്മുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് കംപ്ലീറ്റ് ആയി. ഹെക്സഗണും വരച്ചു, ദെൻ ബേസും വരച്ചു, നമ്മൾ എന്ത് വരച്ചു, സ്ലാൻഡ് എഡ്ജസും വരച്ചു. അതായത് ഇത് ഇങ്ങനെയാണ് ഇരിക്കണേ എന്ന് നമ്മളൊന്ന് ഇമാജിൻ ചെയ്തിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് വേണം, എനിക്ക് ഇതിന്റെ ഫ്രണ്ട് ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യണം. സോ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ആക്സിനെ തന്നെ പ്രൊജക്ട് ചെയ്യുക. സോ ഒ പി എന്ന് പറയുന്ന ലൈനിനെ ഞാൻ പ്രൊജക്ട് ചെയ്തു, എക്സ് വൈ ലൈൻ വരെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് നമുക്കറിയാം വി പിയിലാണ് റെസ്റ്റ് ചെയ്യണത്. സോ വി പി തന്നെ സ്റ്റാർട്ട് ചെയ്യണം. വി പിയിൽ റെസ്റ്റിംഗ് അല്ല 20 mm ഇൻ ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, 20 mm ഇൻ ഫ്രണ്ട് ഡിസ്റ്റൻസ് വരയ്ക്കണം. ഈ ക്വസ്റ്റ്യനിൽ ബേസ് ഈസ് ഓൺ വി പി എന്ന് പറഞ്ഞത് കൊണ്ട് എക്സ് വൈ ലൈനിൽ തന്നെ വരച്ച് സ്റ്റാർട്ട് ചെയ്യുക, ആക്സിസ് സ്റ്റാർട്ട് ചെയ്യുക, ആക്സിസ് വരച്ചു. ആക്സിസിന്റെ ലെങ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 60 mm. ഓക്കെ, ഇനി എല്ലാ കോർണേഴ്സിനെയും പ്രൊജക്ട് ചെയ്യുക, എല്ലാ കോർണേഴ്സിനെയും ഞാൻ പ്രൊജക്ട് ചെയ്തു. ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാം, ഈ സിയും ഡിയും എന്തുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാഞ്ഞത് എന്ന്. സിയിൽ നിന്ന് ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എയിൽ കൂടെ പാസ് ചെയ്യും, കാരണം നമ്മൾ വരയ്ക്കുന്നത് റെഗുലർ ഹെക്സഗൺ ആണ്, അതായത് എല്ലാ എഡ്ജും സെയിം ആയിരിക്കും, എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കും. അത് നമ്മൾ വരയ്ക്കുമ്പോൾ മാറി പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വരച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സിന്ന് വരച്ചു കഴിഞ്ഞാൽ എയിൽ കൂടെ പാസ് ചെയ്യും, ഡിയിൽ നിന്ന് വരച്ചു കഴിഞ്ഞാൽ എഫിൽ കൂടെ പാസ് ചെയ്യും. സോ ഫിഗറിൽ നമ്മൾ കുറെ ലൈൻസ് വരച്ച് കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റാർട്ടിങ് കാണിച്ച് ഇവിടെ നിന്ന് പ്രൊസീഡ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം, നെക്സ്റ്റ് നമുക്ക് നെയിമിംഗ് ചെയ്യണം. സോ
ആദ്യത്തെ പോയിന്റ് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ പ്രൊജക്ട് ചെയ്തു. ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ് വരിക. സോ എ മാർക്ക് ചെയ്തു, ബി, സി. ഇനി നോക്കുക, സി ആണോ എ ആണോ ആദ്യം എഴുതേണ്ടത് നോക്കുക. ടോപ്പ് വ്യൂ ആണ് വരയ്ക്കണേ. ടോപ്പ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആണ് വരിക. സോ സി ആണ് ആദ്യം കാണുക, അതിനുശേഷമാണ് എ കാണുക. അപ്പൊ ഞാൻ ഇവിടെ സി കോമ എ എന്ന് എഴുതി, അതിനുശേഷം ഡി എഴുതി, ഡി, ഇ, എഫ്. എല്ലാ പോയിന്റ്സിനെയും ഞാൻ ബേസിൽ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കുക, 60 mm ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയാം പി ആയിരിക്കും, ഈ പോയിന്റ് എന്തായിരിക്കും, ഒ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എല്ലാ സ്ലാൻഡ് എഡ്ജസിനും ജോയിൻ ചെയ്യും. സ്ലാൻഡ് എഡ്ജസിനെ എല്ലാം ജോയിൻ ചെയ്തു, നെയിമിംഗ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ഹൈറ്റ് നമുക്കറിയാം എത്രയാണ്, 60. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് ടോട്ടൽ എത്ര സ്ലാൻഡ് എഡ്ജസ് ഉണ്ടായിരിക്കും. സ്ലാൻഡ് എഡ്ജസ് നോക്കുക, 6 സ്ലാൻഡ് എഡ്ജസ് ആണ് ഉണ്ടാവുക. എത്ര ഏതൊക്കെ നെയിമിംഗ് വരിക, എയോ, ബിയോ, സിയോ, ഡിയോ, ഇയോ, എഫോ. ഇതാണ് 6 സ്ലാൻഡ് എഡ്ജസ് വരിക. ബട്ട് ഇവിടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ 4 സ്ലാൻഡ് എഡ്ജസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, 4 ലൈൻസ് ആണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. ആ ലൈൻസ് മാത്രമായിരിക്കും തിക്കായിട്ട് വരിക. ബേസ് ലൈനും തിക്കായിരിക്കും. ആക്സിസ് ലൈൻ എന്തായിരിക്കും, ചെയിൻ തിൻ ലൈൻ ആയിരിക്കും. ഓക്കെ, സോ ഈ ലൈൻസ് നോക്കുമ്പോൾ നമുക്ക് 4 ലൈൻസ് വരച്ചപ്പോൾ ടോട്ടൽ എത്ര ലൈൻസ് വേണം, 6 ലൈൻസ് വേണം. ബട്ട് ഇവിടെ നോക്കാം, എയും സിയും ഒരേ പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്, അതുപോലെ ഡിയും എഫും ഒരേ പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കാം, നിങ്ങൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് സിഒയും ഡിഒയും വിസിബിൾ ആയിരിക്കും. പകരം എഒയും എഫ്ഒയും എന്തായിരിക്കും, ഇൻവിസിബിൾ ആയിരിക്കും. സോ വിസിബിൾ എഡ്ജസിന് നമ്മൾ തിക്ക് ആയിട്ടാണ് വരയ്ക്കുക. ഇൻവിസിബിൾ എഡ്ജസിന് നമ്മൾ എന്തായിരിക്കും, ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബട്ട് ഹയർ പ്രയോറിറ്റി തിക്ക് ലൈൻ ആയതുകൊണ്ടാണ് ഈ 2 ലൈൻസും തിക്ക് ആയത്. അതായത് ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് 2 എഡ്ജസിനെയാണ്, എഒ, സിഒ, ഡിഒ, എഫ്ഒ. ഓക്കെ, 2 ലൈൻസ് 4 എഡ്ജസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ നമ്മൾ 6 എഡ്ജസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിന്റെ നേരെ ബാക്ക് സൈഡിലാണ് എന്ത് വരിക, അടുത്ത എഡ്ജ് വരിക. ബട്ട് ഈ കേസില് സിഒയും ഡിഒയും ആണ്, അതായത് ആദ്യം എഴുതിയിട്ടുള്ള ഈ 2 പോയിന്റ്സിന്റെ എഡ്ജസ് ആണ് നമുക്ക് വിസിബിൾ ആയിട്ട് വരിക. ഈ 2 പോയിന്റ്സും എന്തായിരിക്കും, ഇൻവിസിബിൾ ആയിരിക്കും. പിരമിഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മോളിൽ നിന്ന് നോക്കുമ്പോൾ ഈ 2 എഡ്ജ് ആണ് നിങ്ങൾക്ക് കാണുള്ളൂ. ഈ എഡ്ജ് ഇൻവിസിബിൾ ആയിരിക്കും. ഇൻവിസിബിൾ എഡ്ജ് ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം. ബട്ട് രണ്ടും കോയിൻസൈഡ് ചെയ്ത് വന്നതുകൊണ്ട് അതെന്തായിരിക്കും, തിക്ക് ലൈൻ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രിസവും പിരമിഡിന്റെയും സിമ്പിൾ പൊസിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഒരൊറ്റ സെറ്റ് ഫിഗറിൽ നിങ്ങളുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ പറഞ്ഞ വ്യൂസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ സിമ്പിൾ പൊസിഷൻ എന്ന് പറയുക. ഒരു വ്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തായിരിക്കും, നിങ്ങളുടെ ബേസിന്റെ ട്രൂ ഷേപ്പ് ആയിരിക്കും. അനദർ വ്യൂ അതിന്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും, ഓർ ടോപ്പ് വ്യൂ ആയിരിക്കും. ഓക്കെ, സോ നെയിമിങ്ങും ദെൻ തിക്ക് ലൈൻസും ഡോട്ടഡ് ലൈൻസും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുക ചെയിൻ തിൻ ലൈൻ ആണ്. കാണുന്ന എഡ്ജസിനെ നിങ്ങൾ തിക്ക് ആയിട്ട് വരയ്ക്കണം. ഇൻവിസിബിൾ ആയിട്ടുള്ള എഡ്ജസിനെ നമ്മൾ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ബട്ട് 2 ലൈൻസ് കോയിൻസൈഡ് ചെയ്ത് വന്നാൽ, അതായത് തിക്ക് ലൈനും ഡോട്ടഡ് ലൈനും കോയിൻസൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഹയർ പ്രയോറിറ്റി തിക്ക് ലൈൻ ആയിരിക്കും. ഓക്കെ, ദെൻ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. പൊസിഷൻ നോക്കി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സോളിഡ്സിന്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, താങ്ക് യു.